നീ രാവിലെ ബാഗും തൂക്കി എങ്ങോട്ട് പോവാ അടി പെണ്ണേ? ആരെങ്കിലും ചിരിച്ചു മയക്കി എടുക്കാൻ പറ്റുമോ നോക്കി ഇറങ്ങിയതാ. പിന്നെ വലിയൊരു തുക സ്ത്രീധനം വാങ്ങി മോനെ കൊണ്ട് വേറൊരു പെണ്ണിനെ കെട്ടിച്ച് അമ്മയ്ക്കും മോനും സുഖമായിട്ട് ജീവിക്കാൻ കരുതുന്നുണ്ടോ? നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നിന്റെ ചേച്ചി എന്നെ കുറെ വരട്ടാൻ നോക്കിയതാ, നടന്നില്ല. പിന്നെ നീ അതെന്റെ ചേച്ചി ഒരു പാവമായതുകൊണ്ടാ. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ നിങ്ങളുടെ മകനെ കൊണ്ട് തന്നെ നിങ്ങളെ വീട്ടിൽ നിന്ന് തല്ലി ഇറക്കിച്ചേനെ. വെറുതെ അല്ലടി നീയൊക്കെ വല്ലവന്റെ കഴുത്തെ തൂങ്ങുന്നതിന് മുൻപേ തന്ത കെട്ടിയെടുത്തത്. തള്ളേ സൂക്ഷിച്ച് സംസാരിക്കണം. മരിച്ചു എന്റെ അച്ഛനെ പറഞ്ഞാണ്ടല്ലോ. നീ എന്താ ചെയ്യും? ദേ പിടിച്ചിട്ട് തള്ളു തന്നാലേ ആ ചെളി കിടക്കും. അമ്പേ താടകെ പോലെ കെട്ടിയൊരുങ്ങി നടക്കുന്നു. എടി പെണ്ണേ, നീ എന്നെ അപമാനിക്കാനായിട്ട് ഇറങ്ങിയിരിക്കണോ? മാനമുള്ളവർക്കല്ലേ അപമാനം ഉണ്ടാവൂ. ചേടാ ഇത് നല്ല കൂത്ത്. ദേ തള്ളേ, നിങ്ങൾ എന്റെ അമ്മയോട് പറഞ്ഞില്ലേ തള്ളമാരുടെ വളർത്തു ദോഷമാണെന്ന്? അങ്ങനെ ഒരു ദോഷം ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങൾ ഈ തടിയും കൊണ്ട് വെറുതെ പോവില്ലായിരുന്നു. നിങ്ങളുടെ മോള് 3 പവന് മാല കെട്ടതിന്റെ കുറ്റം എന്റെ ചേച്ചിക്ക് ഞങ്ങൾക്കും ആയിരുന്നല്ലോ. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി പറഞ്ഞല്ലോ, എന്റെ ചേച്ചി വലതുകാലം വെച്ച് കയറിയതിനു ശേഷമാണ് നിങ്ങളുടെ വീടൊരു നരകമായതെന്ന്. അത് പണ്ടേ ഒരു നരകമായിരുന്നല്ലോ. ഒരു തള്ളപ്പിശാച്ചും കുറെ കുട്ടിപ്പിശാച്ചും കൂടി ഒരുമിച്ച് വാഴുന്ന ഒരു നരകം. നിനക്കെന്ത്